ഗുഡ് മോർണിംഗ്. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റിൽ ഡൗ ജോൺസിന്റെ ഫ്യൂച്ചർ ഇന്നലെ നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തതെങ്കിലും ഇന്നിപ്പോൾ പോസിറ്റീവായിട്ടാണ് അതിന്റെ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്നത്. ഡൗ ജോൺസിന്റെ ഫ്യൂച്ചർ 85 പോയിന്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നു. S&Pയും നസ്ഡാക്കും ഒക്കെ എല്ലാം ഇന്നലെ നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 50 പോയിന്റ് അടുപ്പിച്ച് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നു. മിക്കവാറും ഒരു 50 അല്ലെങ്കിൽ ഒരു 60 പോയിന്റ് അടുപ്പിച്ച് ഒരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യതയുണ്ട്. ക്രൂഡ് ഓയിൽ ഫ്ലാറ്റായിട്ട് ട്രേഡ് ചെയ്യാണ്. ബ്രണ്ട് ക്രൂഡും ഫ്ലാറ്റായിട്ട് ട്രേഡ് ചെയ്യുന്നു. നാളെ US-ന്റെ 10 ദിവസത്തെ വെടിനിർത്തൽ കാലാവധി നാളത്തോടുകൂടി അവസാനിക്കുകയാണ്. അപ്പം ഇറാനുമായിട്ടുള്ള ചർച്ചയ്ക്ക് പാകിസ്ഥാനിലോട്ട് അമേരിക്ക അവരുടെ പ്രതിനിധി സംഘത്തിനെ അയക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കവെയാണ് ഇപ്പോൾ ആ ചർച്ചയ്ക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇറാന്റെ വാർത്തകൾ, ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ വരുന്നത്. എന്തായാലും രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് ഇറാൻ എന്തായാലും സമ്മതം അറിയിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഏൽക്കേണ്ടി വരുമെന്നാണ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനു മുന്നേയും ഒരു 10 ദിവസത്തെ വെടിനിർത്തൽ കരാറ് ഉണ്ടായിരുന്നു. അന്ന് ആ 10ാമത്തെ ദിവസം അവസാനിക്കാനിരിക്കെയാണ് യുദ്ധം നിർത്തുന്നു എന്ന് പറഞ്ഞിട്ട് ട്രംപ് പ്രഖ്യാപിക്കുന്നതും പിന്നെ മാർക്കറ്റ് വലിയൊരു പോസിറ്റീവായിട്ട് ഓപ്പൺ ചെയ്യുന്നതും. അതിന് സമാനമായ സാഹചര്യമാണ് നാളെ വീണ്ടും വരുന്നത്. നാളെ വൈകിട്ടോടുകൂടി 10 ദിവസത്തെ കരാർ അവസാനിക്കുകയാണ്. അതിനുശേഷമുള്ള ട്രംപിൻ്റെ നടപടികൾ എന്തായിരിക്കുമെന്നറിയില്ല. എന്തായാലും ഇറാൻ ചർച്ചയ്ക്കില്ലാന്ന് തീരുമാനിച്ചതോടുകൂടി ഇത് വീണ്ടും ഒരു യുദ്ധത്തിലോട്ട് പോകാനുള്ള സാഹചര്യമുണ്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ 24,417 15 മിനിറ്റിൽ മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,540 550 റേഞ്ച് വരെ മാർക്കറ്റ് കയറിപ്പോകാൻ സാധ്യതയുണ്ട്. താഴോട്ടുള്ള ലെവൽ 24,265 താഴോട്ട് 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,160 റേഞ്ചിലോട്ടും അവിടെ നിന്ന് വീണ്ടും ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാം. ആ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയയാണ് 24,160 വരുന്ന ഏരിയ. അവിടെ നിന്ന് താഴോട്ട് 15 മിനിറ്റിൽ സ്ട്രോങ് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,020 റേഞ്ചിലോട്ട് മാർക്കറ്റ് വീഴാനുള്ള സാധ്യതയുണ്ട് എന്ന് എക്സ്പയറി ആണ്. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ഇന്നത്തെ ഇൻട്രാഡേ ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ CPR വരുന്നത് നാരോ CPR ആണ്. 24,360 തൊട്ട് 24,363 വരെ വരുന്ന CPR ആണ്. നാരോ CPR ആണ്. CPR മിക്കവാറും ബ്രേക്കൗട്ടിനുള്ള സാധ്യതയുണ്ട്. മുകളിലോട്ട് വരുന്ന മെയിൻ രണ്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 24,480 റേഞ്ചും 24,600 റേഞ്ചും ആയിരിക്കും മുകളിലോട്ടുള്ള സ്ട്രോങ് റെസിസ്റ്റൻസ് വരുന്നത്. താഴോട്ടുള്ള സപ്പോർട്ടുകൾ വരുന്നത് 24,240 24,120 റേഞ്ചുമാണ് താഴെ സ്ട്രോങ് സപ്പോർട്ട്.